Le ഹാവ്രയിലെ ഏറ്റവും അട്രാക്ഷൻ ഈ ഒരു ചർച്ച് തന്നെയാണ്. നമ്മളുടെ പാരീസിൽ നിന്ന് അറൗണ്ട് ഒരു 2 അവർ ട്രാവൽ ഉണ്ട് ലെ ഹാവ്രയിലേക്ക്. ഫ്രാൻസിലെ തന്നെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ട്രേഡ് നടക്കുന്ന പോർട്ടാണ്. സെക്കൻഡ് ലാർജസ്റ്റ് പോർട്ടാണ് ലെ ഹാവ്രെ. നമ്മൾ ബസ്സിനാണ് പോകുന്നതെങ്കിൽ ഒരു 2 അവർ കൊണ്ട് നമുക്ക് ഇവിടെ എത്താം. ബീച്ച് വൈബൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വേൾഡ് വാറിന്റെ ടൈമിൽ 80% ഈ ഒരു സിറ്റി ഡിസ്ട്രോയ് ആയി പോയായിരുന്നു. പിന്നീട് അവർ റീബിൽഡ് ചെയ്തതാണ്. നമ്മൾ സെന്റ് ലാസാറിൽ നിന്ന് ട്രെയിനാണ് രാവിലെ പോയത്. അറൗണ്ട് ഒരു 3 അവർ കൊണ്ട് നമ്മൾ അവിടെ എത്തും. അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. പ്രീ ബുക്ക് ചെയ്യണം ടിക്കറ്റ്, അല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ ഒരു ചർച്ചാണ്. ഇവിടുത്തെ ഈ ഒരു സ്ട്രക്ചർ കാരണമായിരിക്കും ഭയങ്കര ഫേമസ് ആണ്. ഏറ്റവും ആദ്യം നമ്മൾ വിസിറ്റ് ചെയ്തത് ഈ ഒരു ചർച്ചാണ്. ഒരു 30 മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് വിസിറ്റ് ചെയ്ത് കഴിയാം. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആയത് കാരണം വീക്കെൻഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. ഇവിടുത്തെ സെക്കൻഡ് അട്രാക്ഷൻ നമ്മൾ പോയത് ഈ ഒരു നാരോ ഹൗസിലാണ്. ഒരാളുടെ വലിപ്പമുള്ളൂ ഇതിന്. ഇവിടുത്തെ എല്ലാ റൂമുകൾക്കും എൻ്റെ ഈ ഒരു കൈയിൻ്റെ വലിപ്പമേ ഉള്ളൂ. നമ്മൾ ഒരാൾക്ക് തന്നെ കഷ്ടിച്ച് ഇതിനകത്ത് നടക്കാൻ പറ്റുള്ളൂ. ഇത് ടോട്ടലി ഫ്രീ ആണ്. ഇവിടെയുള്ള മിക്ക സ്ഥലങ്ങളും ഫ്രീ ആണ് വിസിറ്റ് ചെയ്യാൻ. നമുക്ക് ഫ്രീ ഒന്നും വരുന്നില്ല. ബസ്സിൽ 1 ഡേ പാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സിറ്റി ഫുള്ളും നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കാണാൻ പറ്റും. കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഒരു 1 ഡേ കൊണ്ട് ഫുള്ള് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ബീച്ചിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടെ സ്പീഡ് ബോട്ടുകൾ ബുക്ക് ചെയ്യാൻ പറ്റും. ഇത് പെർ പേഴ്സൺ 12 യൂറോ ആണ്, അത്രേ വരുന്നുള്ളൂ. ഒത്തിരി ഇതുപോലെയുള്ള ബോട്ടുകളും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ. ബീച്ചിൻ്റെ അവിടെ ഒത്തിരി ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ പ്രൈവറ്റ് ഹട്ട് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 1 അവർ 2 അവറിലേക്ക് നമുക്ക് ഫ്രഷ് ആവാൻ ബുക്ക് ചെയ്യാം. 1 യൂറോ 2 യൂറോ ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ. പിന്നെ കയാക്കിങ്, അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. നല്ല ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് പിന്നെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയത്. സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. വലിയ ഗുണമൊന്നുമില്ല, ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ തിരിച്ച് ട്രെയിനിൽ സീറ്റില്ലായിരുന്നതുകൊണ്ട് നമ്മൾ ബസ്സിനാണ് തിരിച്ച് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്.